ഹലോ ഗൈസ്. സോ നമ്മൾ ആ ഒരു എന്താ പറയുക മറ്റേ ഗ്രാനി കളിച്ച് പൊട്ടിയതിന് ശേഷം നമ്മൾ കുറച്ച് കാലം എയർലൈനും എൻ്റെ ഫ്രണ്ട്സെല്ലാം എന്നെ കളിയാക്കി. ബട്ട് ആ ഒരു വിഷമം മാറ്റാനായിട്ട് ഗ്രാനീൻ്റെ ഒരു പാർട്ട് 2 വരുന്നുണ്ട്. അത് എസ്കേപ്പ് ആകുന്നൊരു വീഡിയോ. ബട്ട് അതിന് കുറച്ച് പ്രാക്ടീസ് മാച്ച് കളിക്കണം. പീക്ക് ഫുള്ളിലെല്ലാം ഇട്ടിട്ട് ഒന്ന് കളിക്കണം. ബട്ട് പ്രാക്ടീസ് മാച്ചിൽ വരെ, അതായത് പീക്ക് ഫുള്ളിൽ വരെ ആ ഗെയിമിൻ്റെ അകത്ത് ഒരു ചങ്ങായിണ്ട് എന്ന് അതിന് പറയാം. മറ്റേ ആ സ്പൈഡറില്ലേ, അത് പീക്ക് ഫുള്ളുണ്ട് ഗൈസ്. ഒരിക്കലും ഞാൻ പീക്ക് ഫുള്ള് തോറ്റിന്. ഞാൻ പ്രാക്ടീസ് മാച്ച് കളിച്ചുതരാം. ഈ ജീവി അങ്ങ് വന്ന് കൊല്ലുകയെന്നേ. എന്തായാലും നമ്മളിപ്പോൾ ആവേശം മാറ്റാനായിട്ട് മിസ്റ്റർ മീറ്റ് എടുത്തേക്കാം. നമുക്ക് എന്തായാലും ഇന്ന് ഇത് കംപ്ലീറ്റ് ആക്കാൻ നോക്കാം. ബൈ ഗ്രാനീൻ്റെ ആ ഒരു വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ചാനലിലുണ്ട്, എല്ലാവരും കയറി നോക്കുക. നമ്മളെ എയറിലായ വീഡിയോ ആണ്. തുടക്കം തന്നെ ചത്ത് ഗൈസ്. തുടക്കം തന്നെ കളി തുടങ്ങി എത്രയോ സെക്കൻഡ് ആയപ്പോൾ തന്നെ ഗ്രാനി വന്ന് നമ്മളെ തലക്കടിച്ചു. അതെൻ്റെ ഒരു മിസ്റ്റേക്ക് ആയിരുന്നു. ഞാൻ സാധനം അവിടെ എറിഞ്ഞിട്ട് ഒളിക്കാൻ നോക്കി, പക്ഷെ ഒളിക്കുന്നതിന് മുന്നേ ഗ്രാനി വന്ന്. പിന്നെ രണ്ടാമത്തെ പെട്ടെന്ന് പോയി. അങ്ങനെ പെട്ടെന്ന് നമ്മൾ ചത്ത് ഗൈസ്. നീറ്റ് കളിക്കാം, പ്ലേ കൊടുക്കാം. ഓക്കെ, നോർമൽ നമ്മളിപ്പോൾ നോർമലേ കളിക്കുന്നേ. ബട്ട് നോർമലിൽ എന്തൊക്കെ എക്സ്ട്രാ ലോക്സ് ഒക്കെ ഉണ്ട്. കുഴപ്പമില്ല, നമുക്ക് ഇത് ഓണൊക്കെ എക്സ്ട്രാ ലോക്ക് പിന്നെയും വരും. ഒന്നും വേണ്ട, നമ്മൾക്ക് ഭ്രാന്തൊന്നുമില്ല. അപ്പോൾ ഈ ഒരു പെൺകുട്ടീനെ കണ്ടുപിടിക്കുന്ന ഒരു മിഷനും ഉണ്ട്. പിന്നെ മറ്റേ പോലീസ് എസ്കേപ്പും ഉണ്ട്. പിന്നെ വേറെ റെബേക്ക എസ്കേപ്പും ഉണ്ട്. ഇതിൽ പോലീസ് എസ്കേപ്പും പിന്നെ ഈ പെണ്ണുങ്ങളെ കണ്ടുപിടിക്കുന്ന എസ്കേപ്പും ഞാൻ ചെയ്യാം. മിസ്സിങ് 28 വയസ്സുള്ള അമേലിയ എന്നാണ് പേര്. ബട്ട് മറ്റേ ആ റെബേക്ക എസ്കേപ്പില്ലേ, അത് ഞാൻ ചെയ്യൂല. അത് ഞാൻ ചെയ്യണം, നിങ്ങൾ കമൻറ്റ് ചെയ്യണം. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അത് ഞാൻ ചെയ്യും. അത് ഭയങ്കര പാടാണ്. ഞാൻ ഒരിക്കൽ കംപ്ലീറ്റ് ആക്കിന് പണ്ട്. അത് 1 മണിക്കൂർ എങ്ങാണ്ട് എടുത്ത് കംപ്ലീറ്റ് ആക്കിയതാണ്. ഞാൻ എന്തായാലും വീഡിയോ ആയിട്ട് ഇടുന്ന സമയത്ത് മാക്സിമം ചുരുക്കി ഒരു 20 മിനിറ്റൊക്കെ ആക്കും. ഓക്കെ, വരുന്നുണ്ട്. ഓക്കെ, പുറത്തിറങ്ങി അത്രേ ഉള്ളൂ ഇൻട്രോ. ഓക്കെ, ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ കമൻറ്റ് ചെയ്താലേ ചെയ്യും. ഒരിക്കൽ ഞാൻ കംപ്ലീറ്റ് ഓക്കെ, ഇവിടെ ഒരു ചെറിയ ചിക്കൻ കട ഉണ്ട്. ഒരിക്കൽ ഞാൻ കംപ്ലീറ്റ് ആക്കിയതാണ് ഗൈസ്. ബട്ട് ഇത് എന്താ, ഞാൻ ഈ ഇൻട്രോ ഇതുവരെ കണ്ടിട്ടില്ല. കാരണം ഇൻട്രോ ഞാൻ സ്കിപ്പ് ചെയ്യല. അപ്പോൾ എന്തിനാന്ന് പറഞ്ഞൂടെ എനിക്ക് പോലും. സോ അപ്പോൾ 2 വഴി കൂട്ട് നമുക്ക് ആത്ത് കിടക്കാം. ഈ ഗ്ലാസ് പൊട്ടിച്ചിട്ട് ആത്ത് കിടക്കാം. പിന്നെ ഇനി അതല്ലെങ്കിൽ നമുക്ക് ഇതുവഴി ആത്ത് കിടക്കാം. അപ്പം 2 വഴി നമുക്ക് ആത്ത് കിടക്കാം. ഇതുവഴി ആത്ത് കിടന്നാൽ നമുക്ക് ചിലപ്പോൾ ഗ്രീൻ കീ കിട്ടാനുള്ള ചാൻസൊക്കെ ഉണ്ട്. ബട്ട് ആൾ ചിലപ്പോൾ നമ്മളെ കൊല്ലാനുള്ള ചാൻസും അധികമാണ്. അതുകൊണ്ട് നമ്മൾ ഈ വഴിയാണ് ആത്ത് കിടക്കുന്നത്. അല്ലേ അത് കിടക്കണം. ഇത് അറിയണ്ടേനു. ഏതെങ്കിലും ഒരു വഴി അറിഞ്ഞാൽ മതിയേനു. ഈ രണ്ടും കഴിയും. ഓക്കെ, ഇതുവഴി കിടക്കാം. മിസ്റ്റർ മീറ്റ് വന്ന് കൊല്ലാണ്ടിരുന്നാൽ മതിയേനു. കൊന്നാൽ നമ്മൾ എയറിലാവും ഗൈസ്. ഗ്രാനി കളിച്ച എയറിലായ പോലെ ഇതും എയറിലാവും. ഇത് വലിയ എയറായിരിക്കും. കാരണം എന്താ, കുറച്ചു നേരം നിന്ന് നോക്കാം. ഇത് വരും. ഇല്ല ഗൈസ്, വരുന്നൊന്നുമില്ല. ഇനി വന്നാൽ അത് മഞ്ഞക്കളക്കളിയായിരിക്കും. ഇതെൻ്റെ കാലിൻ്റെ തന്നെ സൗണ്ട്. ക്ലിപ്പാണോ വരുന്നത് ഗൈസ്? ഇവിടെ ഒച്ച ഉണ്ടാക്കാം. ഇയാളിത് ഉള്ളലമ്പാണല്ലോടേ. ലാസ്റ്റ് നമ്മൾ എയറിലാവുമെന്നാണ് തോന്നുന്നത്. കഴിഞ്ഞ പ്രാവശ്യം ഗ്രാനി കളിച്ച എയറിലായ പോലെ ഇതിലും എയറിലാവും. ഞാൻ പണ്ട് ഗ്രാനി കളിച്ച് എസ്കേപ്പ് ആയതുപോലെ തന്നെ ഗ്രാനി കളിച്ച് എസ്കേപ്പ് ആയതാ, മിസ്റ്റർ മീറ്റ് കളിച്ച് എസ്കേപ്പ് ആയതാന്നെല്ലാം പറഞ്ഞത് തള്ളാ നിങ്ങൾക്ക് തോന്നുന്നുണ്ട്. തള്ളല്ലടേ, സത്യമാണ്. ആ പന്നി കണ്ട്. ആ പന്നി മുട്ടനലമ്പാ. ഓക്കെ 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 നമ്മൾ കറക്റ്റ് അങ്ങ് മാറിക്കൊടുക്കണം. ബട്ട് ഇടക്ക് പ്രഷർ കാരണം വരില്ല. ഓക്കെ, ഇനി പോട്ടെ 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 പോടാ പോടാ. ഒരു വുഡൻ ഹാർട്ട് ഉണ്ട് ഗൈസ്. അത് കിട്ടിയാൽ നമുക്ക് അകത്ത് കിടക്കാം. അറിയാതെ അവിടെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അതിൻ്റെ ഇടയിൽ ഈ പന്നി ഒരലമ്പാണ്. ഇവിടെ എവിടെയോ ഉണ്ട് അത്. ബട്ട് ഈ പന്നി അതിൻ്റെ ഇടയിൽ ഒരു അലമ്പാണ്. ഓക്കെ, ഇവിടെ ഇല്ല. പിന്നെ ഉണ്ടാവാൻ ചാൻസുള്ള ഒരു റൂമുണ്ട്. ആ റൂമിൻ്റെ അകത്താണ്. അതിന് ഈ പന്നി സമ്മതിക്കണം. പേര് നോക്കാം. ഇതല്ല, ഏതോ ഇത് തന്നെ ഇതിനകത്ത് കിട്ടി. ഉടൻ ഹാർട്ട് ഇതിനകത്തുണ്ട്. ബട്ട് ആ പന്നിയാണ് വിഷയം. ഓക്കെ, ആ പന്നി അങ്ങോട്ട് പോയിട്ടുണ്ട്. ഇത് പറഞ്ഞാൽ അകത്ത് കയറാൻ. ഓക്കെ, ഇതിപ്പം പറ്റില്ല.
ഓക്കെ അപ്പം നീ അപ്പുറത്ത് പോയിട്ടുണ്ട്. എനിക്ക് ഈ വഴി പോവാം, ബട്ട് ആ സാധനം കാണരുത്. ഇതിൽ മിസ്റ്റർ മീറ്റ് ഉണ്ട്. ഓക്കെ എനിക്ക് ഏറ്റവും വലിയ പേടികളെന്ന് വെച്ചാൽ ആ മിസ്റ്റർ കക്കു. ഇത് ഞാൻ അതിൻ്റെ മുന്നേ പോയതല്ലേ. പീസ് ഓഫ് വുഡൻ ഇത് ആവശ്യമുണ്ട് ഗൈസ്. ഇത് യൂസ് എനിക്കറിയാം. ഇത് തുറന്നിട്ടുണ്ട്. നമുക്ക് മിസ്റ്റർ മീറ്റിനെ വിളിച്ചു വരുത്തണം ഗൈസ്, അല്ലാണ്ട് കളി നടക്കൂല. ബാബാ ഏതെങ്കിലും വഴി വാ. മിസ്റ്റർ മീറ്റ് 2ൻ്റെ അകത്ത് അത്ര ചെവി കേൾവിയൊന്നുമില്ല ഗൈസ്, ബട്ട് ഇതിൻ്റെ അകത്ത് നല്ല കേൾവിയാണ്. ബാബാ ബാബാ. ഓക്കെ നമ്മൾ ഇതുവഴി പുറത്തിറങ്ങുന്നുണ്ട് ആൻഡ് ഇത് തുറക്കുന്നുണ്ട്. ആൻഡ് കേസ് നമ്മൾ ഓക്കെ താഴ്ത്തിയാടി അവിടെ താഴ്ത്ത് വരുന്നുണ്ട്. അതേപ്പിന് നമ്മൾ വിളിപ്പിച്ചു ആൻഡ് പ്ലേയേഴ്സ് എടുത്തു. വരുന്നു ആൻഡ് ഇനി നമ്മൾ ചാവില്ല ഗൈസ്. ഇതിവിടെ ഇട്ടിട്ട് ഇതെടുക്കാം. അപ്പോൾ ആൾ ഇങ്ങോട്ട് വരും. ഓക്കെ ആൾ അങ്ങോട്ട് വന്നു. വാട്ട് ദ ഗെയിം ബഗ്ഗടിച്ചാ? ഗെയിം ബഗ്ഗടിച്ച് ഗെയിം ബഗ്ഗടിച്ച് നമുക്ക് ഒന്നും കൂടെ സ്റ്റാർട്ട് അടിക്കും. ഒരു കാര്യം ചെയ്യാം, മറ്റേ അതിൻ്റെ അകത്ത് കയറിയിട്ട് മറ്റേ സാധനങ്ങളെല്ലാം എടുക്കുന്ന ഭാഗം വരെ ഞങ്ങളെ കാണിക്കുന്നില്ല, അതുവരെ നമുക്ക് സ്കിപ്പ് ചെയ്യാം. ഇൻട്രോ സ്കിപ്പ് അല്ലേ വേണ്ട കാണിക്കാം. നിങ്ങൾക്ക് ബോറടിക്കുന്നുണ്ടേ സ്കിപ്പ് അടിച്ചോ. പിന്നെ അതിൻ്റെ ഇടയിൽ ചത്തുപോയാതൊന്നും നമുക്ക് കാണിക്കാൻ പറ്റൂലല്ലോ. അതുകൊണ്ട് യു ഹാവ് 3 നൈറ്റ് അതെല്ലാം നമുക്കറിയാം മോനെ. ഓക്കെ നമുക്ക് ഇപ്രാവശ്യം ഈ വഴി കിടക്കണോ? നമുക്ക് മറ്റേ വഴി തന്നെ. ഒരു കാര്യം ചെയ്യാം, നമുക്ക് കഴിഞ്ഞ തവണ ആ വഴി കടന്നില്ല, ഇത്തവണ നമുക്ക് ഈ വഴി കിടക്കാം. ഓക്കെ തോക്ക് എവിടെയെങ്കിലും സേഫായിട്ടുള്ളടുത്ത് കിട്ടണം. ഓക്കെ നമുക്ക് ഇവിടെ ഇത്തവണ പ്ലെയേഴ്സ് ഇല്ല ഗൈസ്. ഓക്കെ നമുക്ക് ഒരു കാര്യം ചെയ്യാം, ഇത് ഇവിടെ ഇപ്പം ഇടുക. ഓക്കെ ഇത് ഇപ്പുറത്തിടാം. ഇവിടെ നിന്ന് മറ്റും വരുന്നുണ്ടോ നോക്കാം. ഓക്കെ വാടോ. എൻ്റെ പൊന്നളിയാ, ഒരു മയത്തിലെല്ലാം പേരൻ്റെ ആ ഒച്ച കേൾക്കുമ്പോൾ തന്നെ മനുഷ്യൻ്റെ കിളിവോ. ഓക്കെ ഗേൾസ് നമുക്കൊരു കാര്യം ചെയ്യാം, ഇവിടെ ഒച്ച ഉണ്ടാക്കാം. ഓക്കെ ആളപ്പം വരാൻ ചാൻസ്. ഓക്കെ നമ്മൾ ഈ സാധനം എപ്പോൾ തുറന്നിട്ടിരിക്കണം, ഇല്ലേ നമുക്ക് 8ൻ്റെ പണി കിട്ടും. നമുക്ക് ആളെ ഓടിക്കാം ഗൈസ്, അല്ലെങ്കിൽ ശരിയാവില്ല. തോക്കെടുക്കാം. ഡോ വാടോ പന്നപ്പേട്ട്. ഏത് വഴിയാണ് വരുന്നതെന്ന് പറയാൻ പറ്റില്ല. ഈ വഴി തന്നെ വന്ന് പണ്ടാരക്കാരൻ. ഇത് നമ്മളിവിടെ ഇട്ടിട്ടുണ്ട്. പോടാ, ചത്താൽ ഞാൻ വരൂല. എനിക്ക് ചെറിയ രീതിക്ക് പേടിയെല്ലാം ഉണ്ട് ഗൈസ്. നമുക്കിപ്പോൾ ഒരു കാര്യം ചെയ്യാം, ആളിങ്ങോട്ട് വരുന്നതിൻ്റെ മുന്നേ നമുക്ക് ഓക്കെ ചാടി ഗൈസ്. ഓക്കെ ചാടിയിട്ടുണ്ട്. അപ്പുറത്ത് ആമോ ഉണ്ട്, ഇപ്പുറത്താണ് ഞാൻ ഗണ്ണും ചാടി. പക്ഷേ ഇനി ഇവിടെ പോയിട്ട് എടുത്തിട്ട് ഇതാക്കുക. ഓക്കെ ഈ റൂമെല്ലാം എനിക്ക് അറിയാം, ഞാൻ പോലീസ് എസ്കേപ്പും ചെയ്തതാണ്. ബട്ട് ഇത് തുറക്കണ എന്തോ ഒരു കീ വേണ്ട, സീക്രട്ട് ഡ്രോവർ കീ. അത് തന്നെ. ഇത് വെച്ച് തുറന്നാലൊരു ക്യാമറ കിട്ടും ഗൈസ് നമുക്ക്. ആ ക്യാമറ പോലീസ് എസ്കേപ്പിന് ആവശ്യമില്ല. ആൻഡ് ഇതിപ്പോൾ ചാടണം. ആൻഡ് ആ ഒരു ഗണ്ണിൻ്റെ ഉണ്ട. ബട്ട് ഇപ്പം എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഇതിൻ്റെ അകത്ത് ചാടാം. ഓക്കെ ലവ്. ഓക്കെ ഗൈസ് അവിടെ ഞെട്ടിക്കല്ലടാ.
ഇയാൾ വരട്ടെ ഗൈസ്, അല്ലെങ്കിൽ അയാളെ ബേർഡിനെയും കണ്ട് നമ്മൾ അടി വാങ്ങും. അയാളെ കാണുന്നില്ല. നമുക്കൊരു കാര്യം ചെയ്യാം, ഇവിടെ ഓക്കെ ശനി ഏത് വഴിയാണ് വരുന്നതെന്ന് പറയാൻ പറ്റില്ല, അതുകൊണ്ട് ഇങ്ങനെ നിൽക്കാം. ഓക്കെ കാണുന്ന ആ ഒരു ടൈമിൽ ഇപ്പുറത്തോട്ട് വന്നിട്ട് കൊണ്ടെടുത്തിട്ട് പിടിക്കാം. ഇപ്പുറത്ത് പിടിച്ചിട്ടുണ്ട്. ഓക്കെ ഈ ഗണ്ണ് എടുത്തിട്ടുണ്ട്, ആളെ മയക്കിയിട്ടിട്ടുണ്ട്. പെട്ടെന്ന് ലോഡ് ചെയ്യട്ടെ. നിക്കലോടെ ഓക്കെ ലോഡ് ചെയ്തിട്ടുണ്ട്. ആൻഡ് 2 സ്ഥലത്ത് മറ്റേ ഗ്രീൻ കീ ഉണ്ടാവാൻ ഗണ്ണ് ഇവിടെ കളയാം. ആൻഡ് 2 സ്ഥലത്ത് ഗ്രീൻ കീ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. നമുക്ക് ആദ്യം ഇവിടെ നോക്കാം. ആൻഡ് ഇവിടെ ഉണ്ട്. ഓക്കെ ഗൈസ്, കഴിഞ്ഞ തവണ ആടെയായതുകൊണ്ട് എനിക്ക് ഉറപ്പാണ് ഇത്തവണ ഇവിടെ ആയിരിക്കുന്നു. എന്തായാലും ഇനി നമുക്ക് അത് തുറക്കാം. അത് തുറന്നാൽ ഒരുവിധമെല്ലാം സെറ്റാണ്. ബട്ട് ആ പന്നീനെ ഇങ്ങോട്ട് അടുപ്പിക്കുക ഗൈസ്, അത് വന്നാൽ പിന്നെ അലമ്പാണ്. പിന്നെ റേറ്റ് ചെയ്യാടോ. പ്ലെയേഴ്സ് എടുക്കണം, എന്നിട്ട് അങ്ങോട്ട് പോകണം. ഓക്കെ മിസ്റ്റർ മീറ്റ് ഇപ്പോൾ ചത്തെടുക്കണം. ബട്ട് ഈ പന്നി വിഷയമാണ് ഗൈസ്. ഈ പന്നീനെ ട്രാപ്പാക്കാൻ പറ്റും, പക്ഷേ അതിൻ്റെ ഇടയിലാത്ത ഞാൻ ചത്താലോ എന്നുള്ളൊരു ടെൻഷനാണ് ഗൈസ്. ഒരു ചെറിയൊരു പേടി, അത്രയേ ഉള്ളൂ. അതിൻ്റെ ഇടയിൽ ഈ രജ്ജാലി കാണാണ്ടിരുന്നാൽ മതി. ഓക്കെ ഗൈസ്, നമുക്ക് മെല്ലെ പോവാം. ഇനി ഇതിൻ്റെ ആവശ്യമില്ല, നമുക്കത് ഇവിടെ കളയാം. ഇനി നമുക്ക് നല്ല പോവാം. നമ്മൾ ഇനി ഒരു വുഡൻ ഹാർട്ട് ഉണ്ട് ഗൈസ്, അത് കണ്ടുപിടിക്കുക. അല്ല വുഡൻ ഹാർട്ടല്ല, മറ്റേ വേറൊരു സാധനം എന്തായിരുന്നു അതിന് പറയാം. മറ്റേ സാധനം എൻ്റെ പേരെന്നെ വുഡ്. ആളാറ്റിപ്പോൾ എണീക്കാണ്ടിരുന്നാൽ മയ്യേനും. ആൾ ചത്തെടുത്ത് തന്നെയാണ് എണീക്കുക, അതാണ് ആളെ പ്രശ്നം. ഓക്കെ നമുക്കപ്പോൾ അവിടുന്നും കൂടെ ഇതാക്കാം. ആൾ എണീക്കാനുള്ള ചാൻസ് ഉണ്ട് ഇപ്പോൾ, കാരണം ടൈം കഴിയാറായി. ആ പന്നിയാണ് ഈ സ്ഥലമ്പ്. ആളെ കൊല്ലാൻ പറ്റും, പന്നീനെയും കൊല്ലാൻ പറ്റും. ബട്ട് പന്നീനെ കൊന്ന് ആമോ ഞാൻ കളയുന്നില്ല. ഓക്കെ ഇനി ഇതിനെ കൊണ്ട് യൂസില്ല. ഇനി നമുക്ക് ആളെ തട്ടണമെന്നുള്ളൊരു ടെൻഡൻസി ഉണ്ട്. ബട്ട് ആൾ എണീക്കുമ്പം തട്ടിയാൽ മതി. ആൾ ചിലപ്പോൾ എണീക്കാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ നമുക്ക് നോക്കാം ആൾ എണീക്കുന്നുണ്ടോയെന്ന്. ഓക്കെ നമുക്ക് എണീക്കുമ്പോൾ കൊല്ലാം. നമുക്ക് വെറുതെ നമ്മൾ ടൈം വേസ്റ്റ് ചെയ്യണ്ടല്ലോ. അവിടെ എന്തോ ഒരു ഒച്ച കേട്ട്, ഒരു പന്തി കേട്. എണീറ്റ് ഓക്കെ ആൾ ഇങ്ങോട്ട് വരട്ടെ. ഇവിടെ നിന്നൊന്നും ഒരു ഇത് കിട്ടൂല, ഒരു കറക്റ്റിൽ ഇത് കിട്ടൂല. വാടാ പുത്തേ വാടാ. അല്ല പിന്നെ അവൻ്റെ ഓക്കെ നമ്മൾ റീലോഡ് ചെയ്യുകയാണെങ്കിൽ ഒരു ഉണ്ടയും കൂടെ ഉള്ളൂ. നമുക്ക് നെറ്റില്ല ഗൈസ്, അതുകൊണ്ട് എക്സ്ട്രാ വാങ്ങാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ നല്ല രീതിക്ക് സൂക്ഷിച്ച് ചിലവാക്കണം ഗൈസ്. നമുക്ക് ഇവിടെ തന്നെ തോക്കിയിടാം. ഓക്കെ ഇനി നമുക്ക് കുറച്ച് സാധനങ്ങൾ കണ്ടുപിടിക്കാനുണ്ട്, അതൊക്കെ നമുക്ക് കണ്ടുപിടിക്കണം. ഇതിനകത്ത് വേറെ എന്തെങ്കിലും ഉണ്ടോ? എവിടെ നോക്കട്ടെ, വേറൊന്നുമില്ല. ഇനി നമുക്കൊരു കോഡും കണ്ടുപിടിക്കാനുണ്ട് ഗൈസ്. ആ കോഡ് മാക്സിമം ഉണ്ടാവാൻ ചാൻസ് ഉള്ള മേലത്തെ റൂമില്ല. അതുകൊണ്ട് ഇവിടെ കോഡ് ഉണ്ടാവും. ഓക്കെ കോഡ് കിട്ടി. എസ്കേപ്പ് ആയാ അല്ല, ഒരു ഹാമർ വേണം. ഓക്കെ ഇല്ല, ഹാമർ ഒന്ന് കിട്ടിയില്ലെങ്കിൽ കളി കഴിയുമായിരുന്നു. ബട്ട് ആ ഹാമറാണ് ഇനി കിട്ടാനുള്ളത്. കളി കഴിഞ്ഞ്. ഇതെന്ത് ഇത്ര പാടുള്ള അല്ല, ഒരു സാധനവും കൂടെ കിട്ടാനുണ്ട്. വേറൊരു സാധനം കിട്ടിയില്ല. മറ്റേ എന്തായാലും പറയാ, മറ്റേ സാധനം എന്തേന് എൻ്റെ പേര്, മറ്റേ വുഡൻ ഹാർട്ട് കിട്ടിയാൽ ചിലപ്പോൾ അതും കിട്ടും. നമുക്കറിയാലോ ഒന്നാണ് മറ്റേ എന്തായാലും അതിന് എൻ്റെ കൂടെയെല്ലാം മറന്നു. മറ്റേ വുഡ് വുഡ് അത് കിട്ടണം. കീനകത്ത് വേറൊരു ഗൺ. ഓക്കെ ഇതാണ് ബ്ലൂ കീ. ഓക്കെ ആ വുഡിൻ്റെ അകത്താണ് ബ്ലൂ കീ ഉണ്ടാവുക. ഓക്കെ ഇത് കണ്ടാ, ഇത് വെച്ച് നമുക്ക് മിസ്റ്റർ മീറ്റിനെ കുറച്ച് നേരത്തേക്ക് മയക്കാൻ പറ്റും. ഇത് യൂസ്ഫുള്ളാണ്. ഡേറ്റ് എടുക്കാം. ഇതിൻ്റെ ഒരു ഗുണമെന്ന് വെച്ചാൽ ഇത് യൂസ്ലെസ് ആയിപ്പോയി വേണ്ട. ബട്ട് മിസ്റ്റർ മീറ്റിൻ്റെ ദേഹത്ത് ഒരിക്കൽ കുത്തിക്കഴിഞ്ഞാൽ പിന്നെ പുറത്തെടുക്കാൻ പറ്റില്ല. മിസ്റ്റർ മീറ്റ് ഇപ്പോൾ എണീറ്റിട്ടുണ്ടാവട്ടാ, അത് സൂക്ഷിച്ചു പോകണം. ആളെ ചിലപ്പോൾ പറഞ്ഞില്ല.
ഡോ 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 ഓക്കെ കിട്ടൂല എന്നാണ് തോന്നുന്നത്. ഞാൻ കിട്ടുമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യട്ടോ. എനിക്ക് പ്രത്യേകിച്ചൊന്നും അറിയില്ല. നമുക്ക് ഒരു കാര്യം ചെയ്യാം, വുഡൻ ഹാർട്ട് കണ്ടുപിടിക്കാം. അങ്ങനെയാണ് ചിലപ്പോൾ നമ്മൾ എസ്കേപ്പ് ആവും. വെറുതെ മിസ്റ്റർ മീറ്റിന് എണീക്കാൻ വെയിറ്റ് ചെയ്യണ്ട. മിസ്റ്റർ മീറ്റ് ചിലപ്പോൾ കുറച്ച് ടൈം എണീക്കും. നമുക്ക് ആ വുഡൻ ഹാർട്ട് കണ്ടുപിടിക്കാം. നേരത്തെ ഞാൻ നോക്കിയിട്ട് കാണാത്ത സ്ഥലത്ത് ചിലപ്പോൾ വുഡൻ ഹാർട്ട് കിട്ടി. ആ പന്നീനെയാണ് എനിക്ക് പേടി. അത് പെട്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ കുത്തി കളയും. ഓക്കെ ഗൈസ്, കിട്ടി 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 കിട്ടി. ഊഫ്, പന്നി നോക്കുന്നുണ്ടായിരുന്നു, ഞാൻ ജസ്റ്റ് മിസ്സാവും. ഓക്കെ, മിസ്റ്റർ മീറ്റ് പെട്ടെന്ന് എണീക്കും ഗൈസ്. അതുകൊണ്ട് നമ്മൾ കിട്ടിയ ടൈം മാക്സിമം യൂട്ടിലൈസ് ചെയ്യണം. അപ്പം മിസ്റ്റർ മീറ്റിന് ഇവിടെ കൊന്നിട്ട് അത് അത്ര നല്ല തീരുമാനമായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഇവിടെ എനക്കെന്താ പറ്റിയത്? ഞാൻ നീ കളിക്കുന്നേ അപ്പുറത്താണ് ഇസ്രടിക്കും പോകേണ്ടത്. സോറി ഗൈസ്, എനിക്കെന്തോ പറ്റിയിട്ടുണ്ട്. ഓക്കെ, ഇത് തുറക്ക് ആൻഡ് ഓപ്പണാക്ക് ആൻഡ് കിട്ടി ഗൈസ്, കിട്ടി. ഞാൻ പാറില്ലേ, ഇതിൻ്റെ അകത്തായിരിക്കും മാക്സിമം ഉണ്ടാവുക. ഗെയിം നേരത്തെ പോലെ ലാസ്റ്റ് നിമിഷത്തിൽ ബഗ് അടിക്കാണ്ടിരുന്നാൽ മതി. അടിച്ച് എടാ എന്താടാ ബഗ് അടിക്കണ്ട ഇങ്ങനെ ബഗ് അടിക്കാതെടോ. ഇങ്ങനെ ബഗ് അടിച്ചില്ല, ജസ്റ്റ് മിസ് ഗൈസ്. ചിലപ്പോൾ ബഗ് അടിച്ച് പോവേനും ഗെയിം. ബട്ട് നമ്മൾ ജസ്റ്റ് മിസ്സിനാണ് ബഗ് അടിക്കാണ്ടിരുന്നത്. ആൾ എണീക്കാനുള്ള ചാൻസ് ഉണ്ട്. ഇനി ആൾ എണീറ്റാലും വലിയ കാര്യമൊന്നുമില്ല ഗൈസ്. ആൾ അപ്പുറത്തോട്ട് പോയിട്ടുണ്ട്, നമുക്ക് ഇപ്പുറത്തോട്ട് പോവാം. ഒരു തവണ പോലും ഇട കൊടുത്തില്ല. ആ പന്നി ലാസ്റ്റ് കൊന്നാൽ അത് വലിയ കോമഡി ആയിരിക്കും ഗൈസ്. ഓക്കെ, നമുക്ക് ഇതിൻ്റെ അകത്ത് പോവാം. സോ ഗൈസ്, ഈ ഒരു വീഡിയോക്ക് മാക്സിമം നിങ്ങൾ 100 വ്യൂസ് എത്തിക്കാൻ നോക്കുക. ഓക്കെ, തുറന്നു ആൻഡ് എസ്കേപ്പ് ആകുമ്പോൾ ഒരു മിനിറ്റ്, ലാസ്റ്റ് മിസ്റ്റർ മീറ്റ് വന്നിട്ട് എസ്കേപ്പ് ആകുമ്പോൾ എന്നാ നടക്കുന്നത് നോക്കാമല്ലോ. ഞാൻ വെറുതെ കയപ്പ് കാണിക്കണോ എന്നറിയില്ല കേട്ടോ, ഞാനിതുവരെ ചെയ്തിട്ടില്ല. ഓക്കെ, ആള് പോയാ? അതെങ്ങനെയാടോ? ആളെപ്പാടങ്ങ് പോയി, ആളപ്രത്യക്ഷമായി. അത് ശരി. ഓക്കെ, നമ്മളെന്തായാലും പോവാണ്. മിസ്റ്റർ മീറ്റേ, ഞാൻ പോയി കേട്ടോ. ഉലേ എൻ്റെ മോനെ എസ്കേപ്പായി. ഇത് ഞാൻ വിചാരിച്ചതിനേക്കാളും എളുപ്പത്തിൽ എസ്കേപ്പായി. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം എൻ്റെ പഴയ ചാനൽ ഇട്ടിട്ടുണ്ടായിരുന്നു ഇങ്ങനെ എസ്കേപ്പായെന്ന്. ബട്ട് ആ ഒരു വീഡിയോയിൽ 100 വ്യൂസൊക്കെ കിട്ടിയ വീഡിയോ ആണ്. ബട്ട് അതിൽ ഞാൻ നല്ല ടൈം എടുത്തൊക്കെ എസ്കേപ്പായി. ഇത് പെട്ടെന്നാണ് എസ്കേപ്പായത്. അത് 12 മിനിറ്റ് എടുത്തു, ഇതിപ്പോൾ 17 മിനിറ്റ് ആയിരുന്നു. ബട്ട് ഗെയിം അതിൻ്റെ ഇടയിൽ ഗെയിം ബഗ് അടിച്ചിട്ട് ക്രാഷ് ആയതാണ്. ഞാൻ രണ്ടാമത് കളിച്ചപ്പം എസ്കേപ്പ് ആയതാണ്. അതുകൊണ്ട് ഇത് അതിനേക്കാളും നേരത്തെ എസ്കേപ്പ് ആയിന്. നേരത്തെ ചിലപ്പോൾ 10 മിനിറ്റ് കൊണ്ട് എസ്കേപ്പ് ആയ ടൈമിനുപരി ഗൈസ് ഇപ്പോൾ 15 മിനിറ്റ് എടുത്താലും ഗൈസ് മറ്റേ വേറൊരു കാര്യമുണ്ട്, ഞാൻ എൻജോയ് ചെയ്തിട്ടാണ് ഈ ഒരു കളി കളിച്ചത്. മറ്റേ ടെൻഷൻ അടിച്ചിട്ടായിരുന്നു മിസ്റ്റർ മീറ്റ് കൊല്ലുമെന്നുള്ളത്. ബട്ട് ഇത്തവണ അങ്ങനത്തെ ഒരു ടെൻഷനൊന്നും എനിക്ക് വന്നിട്ടില്ല. ഞാൻ ഈസി ആയിട്ടാണ് കളിച്ചത്. ഇടയിൽ ചെറിയൊരു പേടി ഉണ്ടായിരുന്നു ആൾ എണീക്കുമ്പോൾ ഒക്കെ. വേറെ പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല ഇപ്രാവശ്യം കുറച്ചും കൂടി ഈസി ആയിട്ട് എസ്കേപ്പ് ആയിട്ടുണ്ട്. സോ എന്തായാലും നിങ്ങൾ മിസ്റ്റർ മീറ്റ് കളിച്ചിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ഡൗൺ ബിലോ ഗൈസ്. സോ ബൈ പീസ് ഔട്ട്. ബൈ ഗൈസ്. മറ്റൊരു അടിപൊളി കിട്ടിലൻ വീഡിയോയിലായിട്ട് കാണാം. ബൈ ഗൈസ്. പിന്നെ അല്ലേ ഒരു കാര്യം പറഞ്ഞിട്ട് പോകാമെന്ന് വിചാരിക്കുന്നു. എൻ്റെ വീട്ടിൽ വൈഫൈ അടിച്ചു പോയിട്ടുണ്ട്. ഈ വീട്ടിലാണ് അധികം നെറ്റ് കണക്ഷനൊന്നും ഇല്ല, അതുകൊണ്ടാണ് വൈഫൈ വാങ്ങിയത്. അത് കംപ്ലൈൻ്റായി. അതുകൊണ്ട് അത് നന്നാക്കുന്നവരെ വീഡിയോ ഇടൽ ഇച്ചിരി കുറവായിരിക്കും. ഇപ്പം നെറ്റ് റീചാർജ് ചെയ്തിട്ടാണ് ഈ ഒരു വീഡിയോ ഇടുന്നത്. അത് ഇനി ഇങ്ങനെ വീഡിയോ ഇടാൻ പറ്റുമെന്ന് തോന്നുന്നില്ല, കാരണം എപ്പോഴൊന്നും അമ്മ റീചാർജ് ചെയ്യലില്ല. ഇടയ്ക്കൊക്കെ ആവശ്യം വരുമ്പോഴാണ് റീചാർജ് ചെയ്യൽ. അങ്ങനെ ഇന്ന് അമ്മ റീചാർജ് ചെയ്തപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ ഇട്ടതാണ്. സോ അതുകൊണ്ട് ഇനി വീഡിയോ ഇടൽ കുറച്ച് ഡിലേ ആയിരിക്കും. അതുകൊണ്ടാണ് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വീഡിയോ ഇട്ടിട്ട് ഇന്ന് വീഡിയോ ഇടാൻ 4 ദിവസം എടുത്തത്. സോ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. സോ അപ്പോൾ എല്ലാവർക്കും ബൈ പീസ് ഔട്ട്.